Good morning, friends. It's me, Simon, YouTube channel. It's me, Simon Varghese, Facebook, Simon Varghese, Instagram. Welcomes you all. ഫ്രണ്ട്സ്, വളരെ ദുഃഖത്തോടു കൂടിയാണ് ഇന്ന് സംസാരിക്കുന്നത്. അതിന് കാരണം നമ്മുടെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന പട്ടിയുടെ ആ ഒരു കൺട്രോളിങ് ഇല്ലാത്തതാണ്. നമ്മൾ വളരെ കാര്യമായിട്ട് ഒന്നുകൊണ്ട് വീഡിയോ ഒക്കെ ചെയ്തതാണ്. പക്ഷേ കുറേയധികം കുറഞ്ഞെങ്കിലും വീണ്ടും അത് കണ്ടില്ല. നമ്മൾ വിചാരിക്കുന്ന സാധാരണ ഈ പാവങ്ങളെയും രോഗികളെയും കുഞ്ഞുങ്ങളെയൊക്കെയാണ് പട്ടി കടിക്കുന്നതെന്നാണ്. ഇന്നലെ കണ്ടില്ലേ, വിദേശ ജോലിയുള്ള ഒരു ചികിത്സയ്ക്കായിട്ട് നാട്ടിൽ വന്ന ഒരു മനുഷ്യനെ പട്ടി കടിച്ചയാളുടെ വിരലും കൊണ്ടുപോയി. അയാൾ കാറുള്ള ആളാണ്. കാറ് പാർക്ക് ചെയ്തിരുന്ന അണ്ടർഗ്രൗണ്ട് സ്റ്റേഡിയത്തിനടുത്തേക്ക് വന്നപ്പോഴാണ് പട്ടി അടിച്ചത്. അപ്പോൾ ഒരു പ്രകോപനവുമില്ലാതെ ഭാര്യയും 18 വയസ്സുള്ള മകനുമായിട്ടാണ് അദ്ദേഹം നടന്നു വന്നപ്പോൾ ഈ പട്ടിപ്രേമികൾ ടി വിയിലേക്ക് ഇരുന്ന് പറയുന്നത്, പ്രകോപിപ്പിച്ചാലേ കടിക്കുകയുള്ളൂ, കുഞ്ഞുങ്ങൾ അതിനെ നോക്കി പല്ലിളിച്ച് കാണും, കൈപൊക്കി. അവൻ്റെ വാസത്തി ടി വിയിലായതുകൊണ്ട് നമ്മൾ അടിക്കാത്തത്. വാസത്തി നമ്മൾ പൊതുജനത്ത് മധ്യ അവരെ കൈകാര്യം ചെയ്യണമെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ആക്രമിക്കാൻ വേണ്ടി പറഞ്ഞു തരികയല്ല. പക്ഷേ ആളുകളെ വലിയ വെള്ളം കൊണ്ട് കൊടുത്ത് വന്നതിന് ആർക്ക് വേണ്ടി മാതിരി വാദിക്കുന്നത്? അവർക്ക് വേണ്ടി കേസ് നടത്താനറിയോ? ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഫീസ് വാങ്ങിയത് 2 വക്കീലന്മാരൊക്കെ. അപ്പോൾ അതിന് മനസ്സിലായില്ലേ? ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു കണക്ക് പുറത്ത് വിട്ടു, 1,00,000 മേൽ ആളുകളെ പട്ടി കടിച്ചത് ഈ വർഷം ഓൺഗോയിങ് പീരീഡിൽ 1,00,000 മേൽ പട്ടിയെ അടിച്ചു കഴിഞ്ഞു. അപ്പം ഇനി ഇതിനോട് സഹിഷ്ണുത പുലർത്തുന്നത് ശരിയല്ല. ഗവൺമെൻറ് ആണേലും യുവാക്കളാണേലും നാട്ടുകാരാണേലും അവയെ തച്ചുടയ്ക്കണം. ഞാൻ ഓർക്കുകയാണ്, ഓസ്ട്രേലിയൻ ദേശീയ മൃഗമാണ് കങ്കാരു എന്ന് ഇംഗ്ലീഷിൽ പറയും. അത് വർദ്ധിച്ചപ്പോൾ എന്ത് ചെയ്തു? അവർ പെർമിറ്റ് കൊടുത്തു ഹണ്ട് ചെയ്യാൻ. ആൾ തന്നെ ഹണ്ട് ചെയ്തു, ഭക്ഷിച്ചു, വിറ്റു, അതിനെ കൺട്രോൾ ചെയ്തു. നാട്ടിലിറങ്ങാൻ മേലാ സ്ഥിതി വന്നു. അപ്പം പട്ടിയുടെ ശല്യം ഇങ്ങനെ ആയാലും എങ്ങനെ ഒക്കും? അത് ഇപ്പം കോട്ടയത്ത് കടിച്ച് പട്ടി പേ ഉണ്ടായിരുന്നു എന്ന് ഇപ്പോൾ തെളിഞ്ഞെന്ന് കേട്ടിരുന്നു. ആ പട്ടി എത്തെന്നാണ് പറഞ്ഞത്. അത് ഒന്ന് കഷ്ടമുണ്ട് കേട്ടോ. ഇനി ഈ യൂത്തന്മാർ, ഇത് ഏത് യൂത്തനായാലും കൊള്ളാം, അത് ഗവൺമെൻറ്റിനെ അനുകൂലിക്കുന്ന യൂത്തനാണേലും കൊള്ളാം, പ്രതിരോധിക്കുന്ന യൂത്തനാണെങ്കിലും കൊള്ളാം, വർഗീയ പാർട്ടിയായിട്ട് വന്ന യൂത്തനായാലും കൊള്ളാം, എന്തിനാണ് ഇങ്ങനെ വെറുതെ സമരം പോലീസിന് തല്ലുകൊള്ളുന്നത്? ആ നേരത്ത് 2 തെരുവ് നായ്ക്കളെ നിങ്ങൾ ഉന്മൂലനം ചെയ്താൽ ജനങ്ങൾ നിങ്ങളോടൊപ്പം നിൽക്കത്തില്ലേ? ജനങ്ങൾ നിങ്ങളെ ഇഷ്ടപ്പെടുത്തില്ലേ? എന്തുകൊണ്ടാണ് ചെയ്യാത്തത്? തെരുവ് നായ്ക്കളുടെ ആളുകൾ വർഷിക്കുന്ന പണത്തിൻ്റെ ഇതുകൊണ്ടാണോ? നിങ്ങൾ ഓർത്തോളൂ, ആരെങ്കിലും നിങ്ങൾ സ്ട്രോങ് ആയിട്ട് തെരുവ് നായ്ക്കെതിരെ സംസാരിച്ചാൽ ഉടനെ നിങ്ങളുടെ വീട്ടിൽ ആൾ വരും, നിങ്ങൾക്ക് വേണ്ട ഇത് തരും, സ്വാധീനം തരും, പണം എന്താ വേണ്ടേ, എന്തും കിട്ടും. ഇവിടുത്തെ മരുന്ന് കമ്പനികളാണ് ഇതിൻ്റെ പിന്നിൽ, അതിൻ്റെ മാഫിയാണ് ഇതിൻ്റെ പിന്നിലുള്ളത്. അതുകൊണ്ട് സധൈര്യം നിങ്ങൾ മുമ്പ് സുപ്രീം കോടതി പറഞ്ഞു അതൊന്നും പ്രശ്നമില്ല, പിടിച്ചു കേട്ട് കൊല്ലെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പേടിച്ചിരിക്കുക. ഏതോ മേനക പറഞ്ഞെന്ന് പറഞ്ഞു. മേനകാന്തിയോട് സുപ്രീം കോടതി പറഞ്ഞല്ലോ മര്യാദയ്ക്കിരുന്നോ, അല്ലെ കോർട്ടേഷന് കേസെടുക്കുമെന്ന് പറഞ്ഞപ്പോഴാണ് അവർ മിണ്ടാതായത്. ഇനി നമ്മൾ ആരെയും ഭയപ്പെടേണ്ട കാര്യമില്ല, ആക്ഷനിലേക്ക് വരണം. തെരുവ് നായ്ക്കളെ അത് അമർച്ച ചെയ്യുക തന്നെ വേണം. യുവാക്കളോടും യുവതികളോടും ഞങ്ങൾക്ക് പറയാനുള്ള ഇതേ ഉള്ളൂ, നിങ്ങൾ കൊടിയും പിടിച്ച് ക്യാമറയുടെ മുമ്പിൽ പോലീസിനെ തല്ലി ആഘോഷിക്കുമ്പം അത് അത്ര അങ്ങോട്ട് രസിക്കുന്നില്ല ഞങ്ങളെന്ന് മനസ്സിലാക്കുക. അത്ര രസമൊന്നുമില്ല. പോലീസാണെങ്കിലും കാര്യമായിട്ട് അടിക്കുന്നൊന്നുമില്ല, ചുമ്മാതെ നല്ല അടി കൊടുക്കുകയാണെങ്കിൽ പിന്നെ പണിക്കാരും പോകുമല്ലോ. ഇതങ്ങനെയല്ല, ഇതെല്ലാം ഒരു പരസ്പരം സ്നേഹത്തിലുള്ള കളിയാണെന്ന് തോന്നുന്നു. ആ സമയത്തെങ്കിൽ 2 പട്ടികളെ കൊന്നുകൂടെ? തെരുവ് പട്ടികളെ. എന്തൊരു കഷ്ടമാണ്. ജോലിക്ക് അവധിയെടുത്തിരുന്ന ആൾ ലീവ് ക്യാൻസൽ ചെയ്ത് അയാളുടെ പണവും പോയി, ചിലപ്പം ജോലിയും പോവും, വിരലും കൊണ്ട് പോയിരിക്കല്ലേ. ഭാര്യയും മകനും ഭർത്താവും കൂടെ ഷോപ്പിംഗ് കഴിഞ്ഞ് വന്നതാണ്. എനിക്ക് തോന്നുന്നത് മനോരമ മാക്സ്, അവിടെ മനോരമയല്ല, അവിടെ കച്ചവടം അവിടെ നിന്നായിരിക്കാം വന്നത്. അതുകൊണ്ടായിരിക്കുമല്ലോ ആയിരിക്കും വന്നത്. ഒരു ഇൻഡോർ സ്റ്റേഡിയത്തിൽ വണ്ടി ഇടാനൊക്കെ ഇടയായത്. എന്തായാലും ഇത് ഇച്ചിരി കടുപ്പമായി പോയി. ഗവൺമെൻറ് അടിയന്തരമായി ഇടപെടണം. ഒരു ചാനലുകാർ നന്നായിട്ട് മയക്കുമരുന്നിനെ പ്രതിരോധിച്ചു. തൻ്റെ ആ ചാനലുകാരനോട് എനിക്ക് പറയാനുള്ളത്, അതിൻ്റെ ഉടമയോട് എനിക്ക് അപേക്ഷിക്കാനുള്ളത്, നിങ്ങൾ മയക്കുമരുന്നിനെതിരെ ചെയ്ത പ്രോഗ്രാം ഉഗ്രനായിരുന്നു. അതിൻ്റെ സജീവത നാട്ടിലുണ്ടായി, ജനങ്ങളിലുണ്ടായി. നന്ദി. അതുപോലെ ഈ പട്ടിയുടെ വിഷയം ഒന്ന് ഏറ്റെടുക്കണം. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ആവശ്യമെങ്കിൽ ഒരു പദയാത്ര തന്നെ നടത്തണം. ജനങ്ങളെ ബോധവൽക്കരിക്കണം. നമ്മുടെ ടൂറിസത്തെ തകർക്കുന്ന, നമ്മുടെ നാടിനെ തകർക്കുന്ന
നമ്മുടെ നാടിൻ്റെ ശോഭ കെടുത്തുന്ന ഈ തെരുവ് നായ വർധന അത് അടിയന്തരമായി നമുക്ക് നിർമ്മാർജ്ജനം ചെയ്യണം. ജനങ്ങൾക്ക് സ്വസ്ഥമായി ജീവിക്കണം. ഞങ്ങൾക്ക് നല്ല റോഡുകളുണ്ട്, നല്ല പാലങ്ങളുണ്ട്, നല്ല കോളേജുകളുണ്ട്, നല്ല സ്കൂളുകളുണ്ട്, എല്ലാം നല്ലതാണ്. പക്ഷേ ഇതെല്ലാം പഠിച്ചിട്ട് പുറത്തിറങ്ങിയാൽ പട്ടി കടിക്കും. അതിന് ഗവൺമെൻറ്റും അതൊന്ന് തടവടഞ്ഞ് എഴുന്നേൽക്കണം. എന്ത് പ്രശ്നത്തെയും നേരിടാൻ തൻ്റെ ഇടമുള്ളൊരു ഗവൺമെൻറ് നമുക്കുള്ളത്. അവരത് കാര്യം ചെയ്യും. അപ്പം അവർ അത് മുന്നിട്ടിറങ്ങണം. അവരവരുടെ സ്വാധീന ഉള്ള മേഖലകൾ അതത് കൈകാര്യം ചെയ്യണം. ഈ മാതൃകാപരമായി അവയെ പരിരക്ഷിക്കൂ. എന്താണെന്ന് വെച്ചാൽ ചെയ്യണം. എന്തായാലും സ്ട്രേ ഡോഗ്സിൻ്റെ ശല്യത്തിൽ നിന്ന് നാടിനെ രക്ഷിക്കാൻ കയ്യും മെയ്യും പൂട്ടി ഇറങ്ങണം എന്നാണ് എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്. നമ്മുടെ ശക്തിയും, ഞാൻ ഓർത്തിരുന്നത് നമ്മൾ ശക്തിയും ബലമുണ്ടെങ്കിൽ ഈ വന്യമൃഗങ്ങൾ അല്ലെങ്കിൽ ഈ പറഞ്ഞിരുന്ന നമ്മളെ ആക്രമിക്കുകയില്ലെന്നാണ്. ഒരു പഠനമൊക്കെ അങ്ങനെ കാണിച്ചു. പക്ഷേ ചിലപ്പോൾ ഒരു പേ ഉണ്ടായിരുന്നുകൊണ്ടായിരിക്കാം അത് കയറി കടിച്ചത്. ശക്തന്മാരെ ആക്രമിക്കാറില്ല പൊതുവെ. രോഗികളെയും ഏന്തി വലിഞ്ഞു വരുന്നവരെയും കുഞ്ഞുങ്ങളെയും അതുപോലെ ഷിമ്മി ബാഗിൽ മീനും ഇറച്ചിയോ കൊണ്ടുവന്നാൽ നിങ്ങൾ ആക്രമിക്കും കേട്ടോ. ഒന്ന് ശ്രദ്ധിച്ചോണം. എന്നെ ഒന്ന് ആക്രമിക്കാൻ ശ്രമിച്ചു. ഞാനിവിടെ മോർണിംഗ് വാക്കിന് വരുന്ന സ്ഥലത്ത് മീനൊക്കെ കിട്ടുന്ന അവിടെ മീൻ ഒരു ദിവസം ഞാൻ ഷിമ്മി കൂടി കൊണ്ടുപോയപ്പം അവർ എന്നെ അറിയാവുന്ന പട്ടികളാണ് എൻ്റെ പുറകെ കൂടി കയറി വന്നു. പക്ഷെ ഞാനൊരു ബഹളം വെച്ചപ്പോൾ എൻ്റെ സ്വരം കേട്ടപ്പം അവർ മനസ്സിലായി തിരിച്ചുപോയി. വേറൊരാളായിരുന്നെങ്കിൽ അവരെ ആക്രമിച്ചേനെ. അവർക്ക് വേണ്ടത് തന്നെയല്ല, എൻ്റെ കയ്യിരുന്ന ഷിമ്മിക്കൂടിലുള്ള മത്സ്യത്തെ ആയിരുന്നു. ഞാനത് കൊടുത്തില്ല. ബഹളം വെച്ചപ്പോൾ അതുങ്ങൾ ഇട്ടിട്ട് പോയി. ഞാൻ പറഞ്ഞത് ഗൗരവമായി ഇതിനെ കാണണം, നിയന്ത്രിക്കണം. ഇതോടൊപ്പം ഒരു കാര്യം കൂടെ എനിക്ക് പറയാനുണ്ട്. അത് ഇന്നലെ ഉണ്ടായൊരു സംഭവമാണ്. ഇന്നലെ ഞാൻ ഒരു ഗ്രൂപ്പ് അംഗങ്ങളുമായി കോട്ടയത്ത് കുറിച്ചിയിൽ പ്രവർത്തിക്കുന്ന കൊറിയൻ സിസ്റ്റേഴ്സ് നടത്തുന്ന സെൻറ്റ് ജോസഫ്സ് ഓൾഡ് ഏജ് ഹോമിൽ പോയി. എൻ്റെ പൊന്നെ, പല കാര്യങ്ങളിലും പ്രശസ്തമാണ് ഈ പള്ളി. കുറിച്ചിക്കാർക്കും ആ പ്രദേശത്തുള്ള നാനാവിധ ജനങ്ങൾക്കും അഭിമാനമായ ആ പള്ളിയോടനുബന്ധിച്ചൊരു കുറച്ച് സ്ഥലത്താണ് ഈ കൊറിയൻ സിസ്റ്റേഴ്സ് സ്ഥാപിച്ചിരിക്കുന്ന ഈ കോൺവെൻറ്റും അതിനോടൊപ്പമുള്ള ഈ ഓൾഡ് ഏജ് ഹോമും. ഞങ്ങൾ ചെന്നപ്പം വാസം പറഞ്ഞാലേ ജീവിക്കുകയാണ് ഇങ്ങനെ നമ്മുടെ വീട് ഒന്നും അതിൻ്റെ അടുത്തെത്തുകയില്ല. നല്ല പൂന്തോട്ടമാണ്, അതിനുള്ളിൽ എല്ലാം ടൈലിട്ട് നല്ല ഭംഗിയുള്ള മുറികൾ, ഭംഗിയുള്ള അവിടെയുള്ള അന്തേവാസികളെ പരിരക്ഷിച്ചിരിക്കുന്നതും ഞങ്ങൾ ചായ കുടിച്ച് അവരോടൊപ്പം ഇരുന്നു. ഞാൻ ഒന്നിട്ട് ഫോട്ടോ ഇതിനോടൊപ്പം ലിങ്ക് ചെയ്യാം. നിങ്ങളതും കൂടെ കാണണം. ജാതി ഏതാകട്ടെ മതം ഏതാകട്ടെ കഴിയുന്ന സമയമുണ്ടെങ്കിൽ നിങ്ങൾ കുറിച്ചിയിൽ കത്തോലിക്ക പള്ളിയിൽ അതിനകത്ത് ആ പ്രമിസസിനകത്താണ് ഈ സ്ഥലം. അകത്ത് കയറിച്ചല്ല കാണുക. എങ്ങനെയാണ് ഈ മുതിർന്നവരെ അവർ സ്നേഹിക്കുന്നത് പരിചരിക്കുന്നതെന്ന് കണ്ട് മനസ്സിലാക്കുക. കഴിയുമെങ്കിൽ എന്തെങ്കിലും സഹായം കൊടുക്കുകയാണെങ്കിൽ അവർ മേടിക്കും. ഞങ്ങളും കൊടുത്തിരുന്നു. ഞങ്ങൾ വസ്ത്രവും കൊണ്ടാണ് പോയത്. വസ്ത്രവും കൊടുത്തു, പിന്നെ അവർക്ക് കുറച്ച് പൈസയും കൊടുത്തു. ചോദിച്ചിട്ടല്ല, ഞങ്ങൾ കൊടുത്തു. അത്ര വൃത്തിയായിട്ടാണ് അപ്പച്ചന്മാരെ അമ്മച്ചിമാരെ അവർ നോക്കിയിരിക്കുന്നത്. കിടക്കുന്ന ബെഡൊക്കെ കാണണം. അവരുടെ ഇരിപ്പ് മുറികൾ എല്ലാം നല്ല മോസ്റ്റ് മോഡേണാണ്. കൊറിയയിൽ നിന്ന് ഇവിടെ വന്ന് അവിടെ കോൺവെൻറ്റ് സ്ഥാപിച്ച് ജീവിക്കുന്നവരാണ്. തീർച്ചയായിട്ടും അത് വളരെ ശ്ലാഘനീയമാണ്. അവർ നന്നായിട്ട് മലയാളം പറയും. നിങ്ങൾ പേടിക്കേണ്ട, ഒന്നാന്തരമായിട്ട് മലയാളം പറയും. ഞങ്ങൾ നമ്മുടെ പാക്കിൽ സെൻറ്റ് തെരേസാസ് കോൺവെൻറ്റിലെ അവിടെ അസോസിയേറ്റ്സും സിസ്റ്റേഴ്സും അടങ്ങുന്നൊരു ഗ്രൂപ്പാണ് പോയത്. അപ്പം ഞങ്ങളവിടെ പോയി പ്രാർത്ഥിച്ചു, ഇവരെല്ലാം കണ്ടു. എന്തായാലും ഒരു ഫാൻറ്റാസ്റ്റിക് ഈവനിങ് ആയിരുന്നു. അപ്പം സന്തോഷം ഉണ്ടായി. ഞങ്ങൾക്ക് എല്ലാവരും പറയുന്ന ഒരു പരിശുദ്ധാത്മാ അഭിഷേകം ഉണ്ടായെന്നാണ് പറയുന്നത്. നമ്മൾ ജീവിതത്തിലെ ആർത്ത് അട്ടഹസിച്ച് പുഞ്ചിരിച്ച് ജീവിക്കുമ്പം ഇങ്ങനെ കുറേ ആളുകളുണ്ട്. അവരെയും കാണണം. നിങ്ങൾക്ക് എന്തെങ്കിലും കാരണവശാൽ നിങ്ങളുടെ അപ്പനോ അമ്മയോ സ്നേഹിക്കാൻ കഴിഞ്ഞില്ല, പരിചരിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ ഇത്തരം സ്ഥാപനങ്ങളിൽ കടന്നു ചെന്ന് നിങ്ങളുടെ സ്നേഹം പ്രകടിപ്പിക്കുമ്പം അതൊരു പകരമായി ഒരുപക്ഷെ ദൈവം കരുതിയേക്കാം. അതിന് ശ്രമിക്കാവുന്നതാണ്. എന്തായാലും ഈ സ്ഥാപനം ഒരു മോഡലാണ്, മാതൃകയാണ്. നമ്മുടെ രാജ്യത്ത് പരിരക്ഷിക്കപ്പെടുന്ന. അപ്പം ഞങ്ങൾ അവരുമായിട്ട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് അവർ ജീവിച്ചിരുന്ന കാലത്തേക്കാൾ ഭാഗ്യവാന്മാരും ഭാഗ്യവതികളാണെന്ന് അവർ പറഞ്ഞത്. ഇൻമേറ്റ്സ് അത് സിസ്റ്റേഴ്സിൻ്റെ തുറിച്ചുനോട്ടം അത് നോക്കുന്നത്. നമ്മൾ അവരുമായിട്ട് ഫ്രീ ആയിട്ട് സംസാരിക്കുക. അപ്പം ഒന്ന് പോകുക. അപ്പം നിവാസം പറഞ്ഞ് ഞങ്ങൾക്ക് തോന്നിപ്പോയി, ഞങ്ങളുടെയൊക്കെ പ്രായമായ കാലത്ത് അവിടെ പോയി താമസിച്ചാൽ എന്താണെന്ന് ചിന്തിച്ചു പോയി. അതുപോലെ
ഇത് ഞാൻ എക്സാഗ്രേറ്റ് ചെയ്ത് പറയല്ല, തള്ളിപ്പറയല്ല. നിങ്ങൾക്ക് നേരിട്ട് പോയി കാണാം, എന്നിട്ട് എന്നോട് പറയാം തെറ്റാണെങ്കിൽ. എന്തായാലും ഒരിക്കലെങ്കിലും പോകണം. ജാതിയോ മതമോ ഒന്നും പ്രശ്നമല്ല അവിടെ. നിങ്ങൾ ഹൈന്ദവനാണെങ്കിൽ, നിങ്ങൾ മുസ്ലിം ആണെങ്കിൽ, നിങ്ങൾ ക്രിസ്ത്യാനിയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ പോകാം. നിങ്ങൾക്ക് പോയി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ സഹായം ചെയ്യുക. ഞങ്ങൾ പോയപ്പം കുറേ അധികം വസ്ത്രങ്ങൾ ആയിട്ടാണ് പോയത്. വസ്ത്രങ്ങൾ അവരോട് ചോദിച്ചായിരുന്നു എന്തൊക്കെ വേണം. നൈറ്റി വേണം, സാരി വേണം, പുതപ്പൊക്കെ ഉണ്ട്, അങ്ങനെയെല്ലാം. അതെല്ലാം ഞങ്ങൾ സംഭരിച്ചു ധാരാളം. കുറേ പേര് പണം കൊടുത്ത് പുതിയത് വാങ്ങിച്ചു തന്നു, കുറേയൊക്കെ സ്പെയറിംഗ്ലി യൂസ്ഡ് ആയിരുന്നു. എല്ലാം കൂടെ നല്ല കെട്ടുണ്ടായിരുന്നു, ഞങ്ങൾ കൊണ്ട് കൊടുത്തു. വളരെ സന്തോഷം തോന്നി, പ്രാർത്ഥിച്ചു. എന്തായാലും ജീവിതത്തിൽ നമ്മൾ മുമ്പോട്ട് പോകുമ്പം ഈ ജീവിതത്തിൽ നമുക്ക് നേടാൻ ഒത്തിരി കാര്യങ്ങളുണ്ടല്ലേ നമ്മുടെ ജീവിതത്തിൽ. അതായത് നമ്മുടെ കുഞ്ഞുങ്ങൾ, ഇപ്പോൾ നമ്മളൊക്കെ ജീവിക്കുന്നത് എങ്ങനെയാണ്? ഞാൻ, എൻ്റെ ഭാര്യ, എൻ്റെ കുഞ്ഞുങ്ങൾ, അവർ ജോലിയായാൽ പിന്നെ അവരുടെ വിവാഹം, അവരുടെ കുഞ്ഞുങ്ങൾ, ഇങ്ങനെ പോവുക. അതിനപ്പുറത്തോട്ട് ലോകമില്ല. പക്ഷെ പ്രിയ സുഹൃത്തേ, നിങ്ങൾ വളർത്തുന്നൊരു പശു എങ്ങനെയാണോ അതുപോലെ നിങ്ങൾ പറഞ്ഞ് ഞങ്ങൾ ആർക്കും ഒന്നുമില്ല, ആർക്കെന്താ കാര്യം? നിങ്ങൾ ജീവിക്കുമ്പം അവരിനെ സഹായിക്കണം, അവരിനെ സ്നേഹിക്കണം, അവരിനോടൊത്ത് അവൻ്റെ ദുഃഖത്തിൽ പങ്കുചേരണം. അങ്ങനെ വന്നാൽ മാത്രമേ നിങ്ങൾ മരിച്ചാലും നിലനിൽക്കത്തുള്ളൂ. ലിവിങ് ടു ദി ഏജസ് എന്ന് കേട്ടിട്ടില്ലേ? ജീവിതകാലം. ഞാൻ ചോദിച്ചിട്ട് നമ്മുടെ ഗാന്ധിയെ കൊല്ലാൻ ആർക്കെങ്കിലും പറ്റുമോ? ഈ ഭൂമി ലോകം എന്തെങ്കിലും നിലനിൽക്കുന്നുണ്ടെങ്കിൽ അന്ന് വരെ ഗാന്ധിജി ഉണ്ടല്ലേ. അതിനുശേഷം എത്രയോ പേർ ജനിച്ചു, എത്രയോ പേർ മരിച്ചു, ആരെങ്കിലും അറിഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. അതുപോലെ ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ ചെയ്തിട്ട് നിങ്ങൾ മുമ്പോട്ട് പോകണം. അത് വലിയ വലിയ കാര്യങ്ങൾ കണ്ടുപിടുത്തം നടത്താൻ നിങ്ങൾക്ക് കഴിയത്തില്ല. നമ്മളൊക്കെ മുന്നോട്ട് വരിക, നിങ്ങൾക്ക് ഉണ്ടാകുന്ന കാര്യങ്ങൾ. ഒന്നുമില്ലെങ്കിൽ സൈമൺ വർഗീസ് ജീവിച്ചിരുന്ന കാലത്ത് കുറേ വീഡിയോ എങ്കിലും ചെയ്തു, അല്ലെങ്കിൽ കുറേ സഹായങ്ങൾ ചെയ്തു, ആവശ്യപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, രോഗസൗഖ്യം മേടിച്ചു കൊടുത്തു എന്നെങ്കിലും പറയത്തില്ലേ? അതെങ്കിലും ചെയ്യാമല്ലോ. ഞാൻ ആളുകൾ ആവശ്യപ്പെട്ടാൽ പ്രാർത്ഥിക്കുന്ന ആളാണ്. വലിയ ആളൊന്നുമല്ല, ഒരു ചെറിയ മനുഷ്യൻ. എന്നാലും പ്രാർത്ഥനാ സഹായം പറയുന്നവരുണ്ട്, ഞാൻ പ്രാർത്ഥിക്കാറുമുണ്ട്. അപ്പം നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു അർത്ഥം വേണ്ടേ? അപ്പം ചുമ്മാ അങ്ങ് ജീവിച്ച് കഞ്ഞിയും കുടിച്ച് കപ്പയും തിന്ന് പോത്തിറച്ചിയും തിന്ന് എൻ്റെ ഭവനത്തിൻ്റെ ആ ഒരു ശീതളമേ, ആ ഒരു തണുപ്പിൽ സുഖിച്ച് മതിയോ? അപ്പോൾ നിങ്ങൾ വെറും പശുവായി പോകും. ഒരു നല്ല ജേഴ്സി പശുവിനെ കർഷകൻ നോക്കുന്ന കണ്ടിട്ടുണ്ടോ? ഫാനൊക്കെ ഇട്ട് കൊടുത്ത, പാട്ട് കേൾപ്പിച്ച്, ഫാൻ ഇട്ട് കൊടുത്തൊക്കെ ജീവിച്ച് അതങ്ങ് മരിച്ചു പോകും കുറേ കാര്യം. ആര് ശ്രദ്ധിക്കാൻ? ഇന്നയാടെ വൈസ്രോയുടെ പശു എന്നല്ല വേറെ വല്ലതും പറയുമോ? അപ്പോൾ നിങ്ങൾ ജീവിക്കുമ്പം നിങ്ങൾക്ക് ധനമുണ്ടായി, ഞാൻ വലിയ കുബേരനായിട്ട് ആരെയും സഹായിക്കുന്ന നടക്കുന്ന കാര്യമല്ല. നിങ്ങളൊരു കുടിലിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് എന്നെ കേൾക്കുന്നതെങ്കിൽ, നിങ്ങൾക്ക് കിട്ടുന്ന തൊഴിൽ കിട്ടുന്ന ശമ്പളത്തിൽ ഒരു തുക സേവ് ചെയ്യണം. 1000 രൂപയ്ക്ക് പണിയുന്ന ആൾ 500 രൂപ സൂക്ഷിച്ച് ബാങ്കിലിടണം. ബാങ്കിലിട്ട ശേഷം പലതും ചെയ്യാം. നിങ്ങൾക്ക് KSF ചിട്ടി ചേരാം, നല്ല ചിട്ടികളാണ്. ചിട്ടി ചേർന്നാൽ ഇപ്പം ഞാനൊരു ചിട്ടി ചേർന്നു, ഒരു വത്തിക്കാൻ പ്രോഗ്രാമിന് വേണ്ടി 5 ലക്ഷം രൂപയുടെ ചിട്ടി ചേർന്നു. അതെനിക്ക് 3-ാം തവണ ഇത് കിട്ടി. ഞാൻ അവിടെ ഫിക്സഡ് ഇട്ടിരിക്കും. ഇപ്പോൾ എനിക്ക് 3000 രൂപ പലിശ കിട്ടുന്നു. അപ്പോൾ ആ 3000 രൂപ കഴിച്ചിട്ടുള്ള തുക ഞാൻ അടയ്ക്കുന്നുള്ളൂ. എത്ര വർഷമാണ്? 50 മാസത്തെ ചിട്ടിയാണെന്ന് ഓർത്തണം. അപ്പം ആ 50 മാസത്തിൽ 47 മാസം എനിക്ക് 3000 രൂപ അവർ തരുക പലിശയായിട്ട്. അത് കുറച്ച് പൈസ അടയ്ക്കും. അപ്പം ഇങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാം. അപ്പം കിട്ടുന്ന പണത്തിൻ്റെ പകുതി, 1000 രൂപ കിട്ടുന്ന ആൾ 500 രൂപയ്ക്ക് ജീവിക്കാവുള്ളൂ. 500 രൂപ വീട്ടിൽ ചിലവാക്കണം, കള്ളു കുടിക്കാനല്ല. മദ്യപാനം നമ്മുടെ നാടിന് പറ്റിയതല്ല. ഈ 500 രൂപ നിങ്ങൾ സൂക്ഷിച്ചുപയോഗിക്കുക, നിങ്ങളുടെ ഭാര്യയായിട്ട് ആലോചിച്ച്. അപ്പോൾ ഭാര്യയ്ക്ക് കുടുംബശ്രീയിലൊക്കെ പോയാൽ എന്തെങ്കിലും ഒരു വരുമാനം കാണും. രണ്ടും കൂടെ കൂട്ടിച്ചേർത്ത് സന്തോഷമായിട്ട് ജീവിക്കാം. അതോടൊപ്പം നിങ്ങളുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാനുള്ള പണം ബേസിക്കായിട്ട് സ്വരൂപിക്കാം. ഇപ്പം പഠിക്കാൻ പിള്ളേർക്ക് പൈസയൊന്നും ആവശ്യമില്ല, എഡ്യൂക്കേഷൻ ലോൺ കിട്ടും. എന്നിരുന്നാലും അവൻ്റെ കാര്യത്തിൽ നമുക്ക് കുറേ പണം സമ്പാദിക്കാം. അതുപോലെ മോളെ കെട്ടിക്കണമെന്നും പറഞ്ഞ് പണം സൂക്ഷിക്കേണ്ട ആവശ്യമില്ല, ദാരിദ്ര്യം അനുഭവിക്കേണ്ട. മോളെ കെട്ടിക്കാൻ ഇപ്പോൾ പൈസയും കൊടുക്കേണ്ട, മോളെ കെട്ടിക്കൊണ്ട് ആൺപിള്ളേർ ഇങ്ങോട്ട് വന്ന് കാശ് തരുന്ന കാലമാണ്. അപ്പോൾ പിള്ളേരെ പഠിപ്പിക്കുക, മാക്സിമം നന്നായിട്ട് പഠിപ്പിക്കുക. പിന്നെ അവരുടെ ബാല്യത്തിൽ അവർക്ക് വേണ്ടത് കൊടുക്കുക, അവരെ നീന്തൽ പഠിപ്പിക്കുക, കരാട്ടെ കുങ്ഫു പഠിപ്പിക്കുക, 18 വയസ്സാകുമ്പോൾ ഡ്രൈവിങ് പഠിപ്പിക്കുക. അങ്ങനെ മിടുക്കരാക്കി സമൂഹത്തിന് യോഗ്യരാക്കിയാൽ മാത്രം മതി. വേറെ സേവിങ്സ് ഒന്നും വേണ്ട. പക്ഷേ നിങ്ങൾ സമ്പാദിക്കണം. നിങ്ങളുടെ കയ്യിൽ പകുതി പൈസ എപ്പോഴും സമ്പാദിക്കണം. അതായത് എനിക്ക് കിട്ടുന്ന പെൻഷൻ പോലും ഞാൻ പകുതി സമ്പാദിക്കുന്ന ആളാണ്. പകുതി കൊണ്ടാണ് ജീവിക്കുന്നത്. പകുതി പോലും വേണ്ട ജീവിക്കാൻ. അതങ്ങനെയാണ് ജീവിക്കുന്നത്.
അപ്പോൾ നമ്മളെപ്പോഴും ഒരു സമ്പാദ്യശീലം വേണം, നമുക്കൊരു കരുത്ത് വേണം. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്, പ്രൈസ് അവർ ഗോഡ്.